തുരുമ്പ് പിടിച്ചിരിക്കുക. എന്തിനു ചെയ്യണത് നീ? മാമ എനിക്ക് ചെവിത്തോണ്ടി ഉണ്ടാക്കാനേ കനം കുറഞ്ഞ ഒരു ബോൾട്ട് വേണം, അത് നോക്കുക. അത് അവിടെ ഇവിടെ ഇങ്ങനെ കാണുക, അതിന് വലിച്ചിളക്കണ്ട. ഓ, ഇതിനകത്ത് ഇരുന്നോണ്ട് എന്തോ പ്രയോജനം? ഡേയ്, നീ ഈ വീട്ടിൽ നടക്കുന്ന വലിയ കാര്യം അറിയുന്നുണ്ട്? എല്ലാ കാര്യവും അറിയുന്നുണ്ട് മാമാ. മാമൻ കാര്യം പറ. ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാലേ നിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് നീ വിചാരിക്കരുത്. അവക്കിപ്പോ അവിടെ എന്താ മാമാ ഒരു കുറവ്? എന്റെ പെങ്ങക്ക് സ്നേഹമുള്ള ഭർത്താവില്ലേ, ജീവന് തുല്യം സ്നേഹിക്കുന്ന 2 മക്കളില്ലേ, അതിനേക്കാൾ ഉപരി അവക്ക് ഞാനില്ലേ ആങ്ങളാ. അല്ല, എനിക്ക് തോന്നണേ അവളെ ജോലിക്ക് പോവാത്തത് കൊണ്ടോ ആണോ നമുക്കൊരു പ്രയാസം എന്നവള് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല, അല്ലെ എന്റെ ഊഹം. അവളെന്തിനാ ജോലിക്ക് വന്നു? അല്ല അല്ല അവിടെ ഭർത്താവിന് ജോലി ഇല്ലയോ മാമ? തന്നെ ഇപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള സ്ഥലങ്ങളില്ലേ, അതുകൊണ്ട് ഇവളിനി പോവാത്തോണ്ട് വല്ലതും അവിടെ സംസാരം നടന്നു. മാമൻ തെളിച്ച് കാര്യങ്ങൾ പറ. എന്താ പ്രശ്നം? അവക്കിപ്പോ എന്താ പ്രശ്നം? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. പിന്നെ പിള്ളേരും രവിയൊന്നും അവളെ പറയും പോലെ കേൾക്കുന്നില്ല, അവള് പറയും പോലെ കേൾക്കുന്നില്ല എന്നൊരു പ്രയാസം അവൾക്കുണ്ട്. എന്നവള് പറഞ്ഞു? എന്ന് പറഞ്ഞില്ല, അല്ല ഞാൻ പറയാണ്. പക്ഷെ അവക്ക് ഇവിടെ വിലയില്ലെന്ന് വെച്ച് അവക്ക് വിലയുള്ളൊരു സ്ഥലമുണ്ട് മാമ. എന്റെ കുടുംബത്ത് പുലിയുടെ വീട്ടിൽ അവളവിടെ രാജകുമാരിയാ, രാജകുമാരി എലിസബത്ത് രാജകുമാരി. അവിടുത്തെ രാജകുമാരി ആയിരിക്കും, എങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നീ കൂടെ കൂടെ വന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. അല്ല, അത് എന്നിട്ടാണ് അവൾ അതിന് പരാതി വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ലടാ, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. അവള് കരഞ്ഞു? കണ്ണൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരഞ്ഞോ അവള്? കരഞ്ഞില്ല, ഞാൻ പറഞ്ഞതാണ് കണ്ണൊക്കെ കലങ്ങിയിരിക്കണം. അപ്പൊ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആയിരിക്കും എന്നവള് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല, അല്ല ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കും മാമ. ചോദിക്കില്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്, അവളടുത്ത് കാര്യം തന്നെ പോയി. അവളുടെ അടുത്തല്ലേ ചോദിക്കുന്നേ? പിന്നെ അവളെ കെട്ടിയൊരു പുളുന്താനുണ്ടല്ലോ, അവന്റെ അടുത്ത് ഞാൻ വിവരം ചോദിക്കും. ഇതില്ലേ അങ്ങനെയൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല മാമ. അവക്ക് ഇഷ്ടം പോലെ വലിയ വലിയ ആലോചനകൾ വന്നായിരുന്നു. അപ്പൊ അവസാനം ഞാൻ പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി കല്യാണം കഴിച്ചു വിട്ട രാജകൊട്ടാരങ്ങളിൽ നിന്ന് വരെ ആലോചന വന്ന മാമ. അവസാനം ഉദയ്പൂർ കൊട്ടാരത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വരെ അവക്ക് കല്യാണാലോചന. എന്റെ പൊന്നല്ലേ തന്നെ, ഇപ്പൊ ഇത്രയല്ലേ ആയുള്ളൂ. നീ എന്താണ് കാര്യം ഒന്ന് വ്യക്തമായിട്ട് പോയില്ലേ? അവളടുത്ത് ചോദിച്ചിട്ട് പിന്നെ നീ രവിയുടെ പറഞ്ഞല്ലേ നല്ലത്. അവിടുത്തെ ചോദിക്കുന്നില്ല മാമ. നീ അവിടുത്തെ ചോദിച്ചിട്ട് അറിഞ്ഞ നേച്ച രവിയുടെ പോയില്ലേ? ആ പുളുന്താനോട് ഞാൻ ചോദിച്ചോളാം. ചോദിച്ചോളാം മാമ, ഞാൻ ചോദിച്ചോളാം. ഞാൻ പറഞ്ഞ കേട്ടാ, ആദ്യം അവളെ ചോദിക്കേ. രവിളിയനല്ലേ? മണിക്കൂട്ടനാ. അളിയന് സുഖമാണോ? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ വിളിച്ചത്. അത് പറ്റത്തില്ല, വീട്ടിൽ വന്നിട്ട് പോരാ. ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ മണിക്കൂറിന് സംസാരിക്കണം. അതാ പണ്ട് പോലുള്ള സ്വഭാവം. അളിയൻ എന്താ വിചാരിച്ചത്? എന്റെ പെങ്ങക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അളിയൻ എന്റെ പെങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയല്ലേ ഈ വീട്ടിലിട്ട്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അളിയ. അളിയന് വേണ്ടാക്കി പറ, നാളെ നമുക്ക് ഡൈവോഴ്സ് എടുത്താം. ഡൈവോഴ്സ് ചെയ്യാം. അളിയൻ ഇപ്പൊ ബ്രാഞ്ച് മാനേജരാ. ഡൈവോഴ്സ് ചെയ്താൽ മറ്റന്നാള് ഞാൻ നിങ്ങളുടെ ജനറൽ മാനേജരെ കൊണ്ട് അവളെ കെട്ടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രാജകൊട്ടാരത്തിൽ കെട്ടിക്കും. അളിയൻ എന്നെ അറിഞ്ഞൂടാ ശരിക്ക്. പാവം അവള് കണ്ണീര് കുടിക്കുക അളിയ. ഈ വീട്ടിൽ കിടന്ന് എന്റെ പെങ്ങള് കണ്ണീര് കുടിക്കുക. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്, എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. അളിയൻ അവളെ കണ്ണീര് കുടിപ്പിച്ചതിന് എണ്ണി 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 കട്ട് ചെയ്ത് കളഞ്ഞു. അളിയാ, ഇതിനളിയൻ മറുപടി പറഞ്ഞേ പറ്റൂ.
ഒരു സംശയം വേണ്ട. എന്റെ കൂടെ ഇരിക്കാറായോടാ? മാമൻ എന്തൊരു പ്രശ്നമുള്ള തോന്നി. ആ എനിക്കുണ്ടാ 1001 പ്രശ്നങ്ങളുണ്ട്. നീ പരിഹരിച്ചു തരുമോ? തരുമോ? ഒന്ന് പരിഹരിച്ചില്ല. പോടാ, പരിഹരിക്കാൻ വന്നേക്കുന്നു. അമ്മായിയമ്മ അമ്മായച്ചന് ഡൈവേഴ്സ് ആവുമെന്നാണ് തോന്നുന്നത്. ഒരു കണക്കിന് എനിക്ക് നല്ലതാ. എന്തായാലും റിങ്കി ചേച്ചി ഇത് അറിയിക്കാം.